എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് എന്നെ നോക്കുന്നത് എനിക്കറിയാം. കാരണം എന്നെ നിങ്ങൾ ആരും ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ പോലും. ഇത്രയും നേരം നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ ആട്ടിച്ച് പൊളിച്ച് നമ്മളെല്ലാവരും അവരെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. വളരെ നല്ല കാര്യം, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ആശാന്മാർക്കൊന്നും കൂവാൻ പറ്റിയൊരു പരിപാടി ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം സംഗതി ചളമാകും, അതുകൊണ്ട് ധൈര്യമായിട്ട് കൂവാം. ഇനി കൂവുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയാൽ ധൈര്യമായിട്ട് കൈയടിച്ചോളൂ, അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. കാരണം ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ചെയ്യുന്നതെല്ലാം വെറും ശ്രമങ്ങൾ മാത്രമാണ്. എത്രത്തോളം വിജയിക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും എനിക്കില്ല. അപ്പോൾ നമുക്ക് കൊച്ചു കുട്ടികളുടെ ഒരൈറ്റത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ ശബ്ദം കുറയ്ക്കണം, എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ, പ്രത്യേകിച്ചും കുട്ടികൾ. അല്ലെങ്കിൽ ചേട്ടന്മാരെല്ലാം എന്നോട് വൺസ് മോർ എന്ന് പറയും, ഞാൻ വെട്ടിലാകും. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മൾ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമുണ്ട്, ഇടയ്ക്ക എന്ന് പറയും. അത് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പരിചയം ഉണ്ടാവില്ല, മുതിർന്നവർ അത് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ശബ്ദം ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫ്ലൈറ്റ് പറക്കുന്ന ശബ്ദം ശ്രമിക്കാം. അത് പ്രത്യേകിച്ചും ഈ മേഘത്തിന് ഇടയിലൂടെ പറക്കുമ്പം അതിൻ്റെ ശബ്ദത്തിന് ഒരു വേരിയേഷൻ ഉണ്ടാവും. അതൊന്ന് ശ്രമിക്കാം. ഇനി ആ ഫ്ലൈറ്റ് ഞാനൊന്ന് ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. ഇൻ കേസ് ലാൻഡിങ് ശബ്ദം കേട്ടില്ലെങ്കിൽ അതിന് ലാൻഡിങ് കയറുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ലാൻഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ കുറവ് തന്നെയാണ്. ഇനി നമ്മൾ നാട്ടിലൊക്കെ സർക്കസിൽ കിടക്കുന്ന സിംഹങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതിന് 24 hours കൂട്ടി തന്നെ ആയതുകൊണ്ട് അതിന് അലറി വിളിക്കാനൊന്നും യാതൊരു മാർഗങ്ങളും ഇല്ല, കാട്ടിലെ സിംഹത്തിനെ പോലെ. അപ്പം ഈ സിംഹത്തിൻ്റെ കൂടിൽ കിടക്കുന്ന സിംഹം അത് ശക്തിയായിട്ട് മുരളാറുണ്ട്. അത് ഞാനത് ശ്രമിക്കുകയാണ്. ആരും തിരികെ ശബ്ദം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇനി ഞാൻ ഉദ്ദേശിച്ചൊരു വെടിക്കെട്ടാണ്, പക്ഷെ അതിപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നടക്കില്ല. കാരണം ഞങ്ങൾ 4 പേരും ഒന്നും ചെയ്തുകൊണ്ടിരുന്നൊരു ഐറ്റമായിരുന്നു. അപ്പോൾ പലരും പല സംഗതികൾ ഒരേ സമയം ചെയ്യുമ്പോൾ കേൾക്കാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഐറ്റംസ് മാത്രം ഞാൻ ശ്രമിക്കാം. താങ്ക് യു. ഇനി നമ്മളൊരു മിമിക്രിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഏത് സിനിമാ താരത്തിനെയാണ് അനുകരിക്കുകയെന്ന്. പറ്റുന്ന പഠിക്കുന്നത് പോരെ. നമുക്കറിയാം നമ്മുടെ UK പല ഭാഗങ്ങളിലും പല അസോസിയേഷൻസും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് സിനിമാ താരങ്ങളെയും അങ്ങനെ രാഷ്ട്രീയക്കാരെയും പ്രമുഖ വേദികളെയും കൊണ്ടുവന്നിട്ട് ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്, വിജയിക്കാറുണ്ട്. നമ്മൾ മിക്മിക്ക് വേണ്ടിയിട്ട് ഞാൻ സാങ്കല്പികമായി കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയാണ്. അതും കൊണ്ടുവരാൻ വേണ്ടി അവരോട് ഒന്ന് ശ്രമിക്കുകയാണ്.
അപ്പം ആം, നമ്മുടെ നിഗ്മയുടെ താരതികൾ തന്നെയാണ് ഇവരെ പോയി വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുറച്ച് പേരുടെ പേര് ഞാൻ കടമെടുക്കും. അതുപോലെ സാങ്കല്പികമായതുകൊണ്ട് മരിച്ചുപോയ ആൾക്കാരെ ഞാൻ കടമെടുക്കും. ആദ്യം ജയനെ ശ്രമിക്കാം. നിങ്ങൾക്ക് മിൽട്ടൺ കെയ്ൻസിൽ കുറച്ച് റൗണ്ട് പൊട്ടുകളില്ലാതെ മറ്റെന്തുണ്ട്? ഒരു കാര്യം ചെയ്യാം, എല്ലാ റൗണ്ട് പൊട്ടിനും നടുക്കൂടെ ഒരു കുഴി കുത്തിയിട്ട് കുറച്ച് കാളവൺ ചക്രം സംഘടിപ്പിക്കുക. ഞാൻ വന്ന് കേരംസ് കളിക്കാം. അതിൽ നടക്കൂ. അടുത്തായിട്ട് നമ്മുടെ തോമാച്ചൻ പോയി കണ്ടത് ജനാർദ്ദനെയാണ്. അപ്പോൾ ജനാർദ്ദനൻ തോമാച്ചനോട് പറയുക, എന്റെ പൊന്നു തോമാച്ച, ഞാൻ എന്താ ചെയ്യാനാ? ഈ ശബ്ദം വെച്ചിട്ട് അവിടെ വന്നിട്ട് പാട്ട് പാടാനോ? എല്ലാരും പറയുന്നത് പാറപ്പുറത്ത് ചേട്ടി വരയ്ക്കുന്ന ശബ്ദം എന്താ? ഒരു കാര്യം ചെയ്യാം, തല എനിക്ക് ഉഷ്ണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വന്ന് പാടിക്കോളാം. ഓക്കെ? അടുത്ത് നമുക്ക് തിലകൻ ചേട്ടനെ നോക്കാം. നിങ്ങൾ മിക്മ എന്ന് പറയുമ്പോ ഞാൻ പണ്ട് അവതരിപ്പിച്ചത് പരസ്യവുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷം ഏതുമാകട്ടെ, പരിപാടി അവതരിപ്പിക്കാൻ മിക്മയുണ്ടാവും. എല്ലാവർക്കും പരിപാടി അവതരിപ്പിക്കാൻ പറ്റും. അതാണ് മിക്മയുടെ ഗുണം. ഇനി ചില താരങ്ങളെ നമ്മൾ കാണുമ്പം അവരുടെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴോ ആളെ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് മിമിക്രിക്കാരെ കളിയാക്കി നിർത്തുന്ന ഒരു പ്രമുഖ വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തിയാൽ ആരായിരിക്കും? ആരാണ്? അച്ചുമാമ. എന്നെ പോയി കണ്ടത് നമ്മുടെ കുമാർ സാറാണ്. ഇപ്പോൾ കുമാർ സാറോട് അച്ചുമാമ പറയുക, എടോ കുമാരി, താൻ എന്നെ ഒന്നങ്ങോട്ട് കൊണ്ടുപോരൂ. ഇവിടെ ക്ലിഫ് ഹൗസിൽ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, നടന്നില്ല. അതുകൊണ്ട് താൻ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോടോ. ഇനി ഒരു പഴയകാല മിമിക്രി ആർട്ടിസ്റ്റും പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഇപ്പോൾ ആക്ടറും ഒക്കെ ആയിരിക്കുന്ന ഒരാൾ നമുക്ക് തൊണ്ട നിറച്ച് ബാസും മുഖം നിറച്ച് താടിയുള്ള ഒരാൾ. ആരാണ്? അറിയാമോ? ലാൽ. ഇപ്പോൾ ലാല് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാല് റെസ്പോണ്ട് ചെയ്യാണ്. നിങ്ങൾക്ക് കൊടുക്കുന്ന ക്ലാബറൽ പദ്ധതി ഒരു പരിപാടി ഏൽപ്പിക്കാനും ഞാനുണ്ടാവില്ല. ഈ ശബ്ദം വെച്ച് എനിക്ക് പാടാനാവില്ല. ഡാൻസ് കളിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ. സോറി. ചില താരങ്ങളുടെ മാസ്റ്റർ പീസ് ഡയലോഗുകൾ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആളെ പിടികിട്ടും. ഉദാഹരണത്തിന്, വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ആരാണ്? ഭീമൻ രഘു. ഭീമൻ രഘുവിനെ പോയി വിളിച്ചത് നമ്മുടെ ഈ ജോജസ്. അപ്പോൾ ജോജസിനോട് അദ്ദേഹം പറയാണ്, വരണം മിസ്റ്റർ, എന്താ തൻ്റെ പേര്? ജോജസ്റ്റ്. അതിലേതാണോ താൻ? ജോജസ് അല്ലേ? മറ്റ് രണ്ടുപേരും ഞാനവിടെ വന്ന് കണ്ടോളാം. ഞാൻ വരാം, പരിപാടി അവതരിപ്പിക്കാം, സ്റ്റേജ് ചവിട്ടി പൊളിച്ചേക്കാം, തിരുവാതിര കളിക്കാമെന്ന്. അപ്പം ശരി. ഇനി ലാല് പോയി കണ്ട അവസാനത്തെ താരം, അദ്ദേഹം
സാധാരണ സിനിമയിൽ പറയുമ്പം കടികെട്ടി ഡയലോഗുകളാണ്, അത് വെച്ചിട്ടാണ് ഓർക്കുന്നത്. ഇപ്പം ജോർജസിൻ്റെ മനസ്സിലിരുന്ന ഡയലോഗ് ഇതായിരുന്നു: മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമിതയും കൂട്ടിക്കുറച്ച് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയിട്ട് ആസനത്തിൽ വാലും തിരികെ ഏമ്പോക്കും വിട്ട് അവന്റെ കാൽച്ചുകൂട്ടി കിടക്കുന്ന തന്നെ പോലെയുള്ളവർക്ക് ആ പേർ ചേരൂ, എനിക്ക് ചേരില്ല. ഐ ആം ഭരത്ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതിൻ്റെ കൂടെ ഒരു സംഗതികളുണ്ട്, അത് പറയാൻ പറ്റില്ല. പക്ഷേ ജ്യോതിഷിനോട് അദ്ദേഹം പ്രതികരിച്ചത് സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ കൊടുക്കുന്ന ഒരു ടോണുണ്ട്, അതിലാണ്. ജ്യോതിഷ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. പരിപാടി അവതരിപ്പിക്കാൻ ഞാനും ഉണ്ടാവും. ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലണം. ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ കാര്യങ്ങൾ നന്നായി നടക്കട്ടെ. അപ്പോൾ ശരി, വീണ്ടും കാണാം. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോജോ, താങ്ക് യു സോ മച്ച്. ഇത് ആദ്യമായിട്ടാണ് എല്ലാവരും എൻജോയ് ചെയ്തോ മിമിക്രി? ആ